എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി സുബ്ഹാനല്ലാഹി റിളാ നഫ്സിഹി സുബ്ഹാനല്ലാഹി സിനത അർശിഹി സുബ്ഹാനല്ലാഹി മിദാദ കലിമാതിഹി. അപ്പം റസൂൽ അങ്ങനെ പഠിപ്പിച്ചിരുന്ന ചില ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ വല്ലാത്ത ഖനമുള്ളതാണ്. അപ്പൊ അതിന്റെ സ്ഥാനത്ത് സാധാരണ ദിക്റുകൾ ചെല്ലുന്നതിനേക്കാൾ റസൂൽ വിധം ഖനമുള്ളത് എന്ന് പഠിപ്പിച്ചു തന്ന ദിക്റുകൾ നാം ചെല്ലാൻ ശ്രമിക്കണം. അതാണ് ഉപേക്ഷിക്കുന്നതാണ് നല്ലത്, അത് ഉപേക്ഷിച്ച് ഇത് ചെയ്യുന്നതാണ് നല്ലത് എന്നതിന്റെ ഉദാഹരണം. മൂന്നാമത്തേത് പ്രവർത്തിച്ച ശേഷമുള്ള മുഹാസബത്തിലെ മൂന്നാമത്തെ കാര്യം മുഹാസബത്തുൻ അലാ അംരിൻ മുഅ്താദിൻ മുബാഹിൻ ലിമ ഫഅലഹു. നമ്മൾ മുബാഹായ ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, അനുവദനീയമായ ഒരു കാര്യം ചെയ്തു, എന്നിട്ട് നാം ചിന്തിക്കണം എന്തിനാണ് ഇത് ചെയ്തത്. അത് വളരെ ഗൗരവമുള്ള ഒരു സംഗതിയാണ്. ഇത് ചെയ്തത് പരലോകത്തിന് വേണ്ടിയാണോ, അല്ല ഇഹലോകത്ത് വല്ല നേട്ടം കിട്ടാനോ, അല്ല ഒരു സാധാരണ റോട്ടീൻ ലൈഫിന്റെ ഭാഗമായാണോ ചെയ്തത്? നമ്മൾ ശരിക്കും പ്രത്യേകിച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കണം. ലഹുറൊക്കെ നിസ്കരിച്ചിട്ട് സുന്നത്താണ് നിസ്കരിച്ചു ഒരു സാധാരണ ജീവിതത്തിന്റെ ഭാഗമായി നിസ്കരിച്ചു കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ചിന്തിക്കണം, ഇത് നിസ്കരിച്ചത് അള്ളാഹ്ക്ക് വേണ്ടി തന്നെയാണോ, അതല്ല സാധാരണ എൻ്റെ ഒരു പതിവ് ജീവിതത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തതാണോ? നമ്മൾ ശരിക്കും ആ ഒരു മുഹാസബത്ത് നടത്തേണ്ടതുണ്ട്. ആ മുഹാസബത്ത് കൊണ്ടാണ് സഹോദരങ്ങളെ നമുക്ക് വിജയമുണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ഒരു മുഹാസബത്ത് നടത്തിയാലുള്ള പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുഹാസബത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾക്കുള്ള നന്മ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, തൻ്റെ ഭാര്യയ്ക്ക് തിന്നാൻ കൊടുത്താൽ, താൻ ജീവിതത്തിൽ നിർബന്ധമായി ചെലവിന് കൊടുക്കേണ്ട ഭക്ഷണം കൊടുക്കേണ്ട ഭാര്യയ്ക്ക് തിന്നാൻ കൊടുത്താൽ യഹ്തസിബുഹാ തകൂനു ലഹു സദഖ, അതിന് പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാണ് അത് ചെയ്തെങ്കിൽ അതിന് സദഖ കിട്ടും. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തായിരുന്നാലും ഒരു 4000-5000 റുപ്യ എല്ലാ മാസവും എന്താക്കണം, അയക്കണം. ആ അയക്കണ സമയത്ത് നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഇതൊരു ശല്യം, പോട്ടെ, ഇത് അയച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഫോൺ ചെയ്ത് ശല്യപ്പെടുത്തുമെന്നതാണോ? അവിടെയാണ് പ്രശ്നം. അത് ചെയ്യുന്ന സമയത്ത് ചെയ്ത ശേഷം നമ്മൾ ചിന്തിക്കണം, അത് അള്ളാഹുവിന് വേണ്ടിയാണെങ്കിൽ ഒരു ഉരുള ചോറ് നമ്മുടെ മക്കളുടെ തൊള്ളയിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നത്, വായയിൽ വെച്ചു കൊടുക്കുന്നത്, ആ അള്ളാഹുവിൽ നിന്നുള്ള അജിർ പ്രതീക്ഷിച്ചു കൊണ്ടാവുക എന്നതാണ്. അവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ഈ മൂന്നാമത്തെ മുഹാസബത്ത് നമുക്ക് നടത്താൻ സാധിക്കണം. ഇനി സഹോദരങ്ങളെ, ഈ മുഹാസബത്ത് നമ്മൾ എവിടെ വെച്ച് തുടങ്ങണം എന്ന് കൂടി നാം മനസ്സിലാക്കണം. അതൊക്കെ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നു. ഏതൊക്കെ വിഷയത്തിലാണ് നാം മുഹാസബത്ത് നടത്തേണ്ടത്? ഒന്നാമത്തെ മുഹാസബത്ത് നാം തുടങ്ങേണ്ടത് ഫർളായ കാര്യത്തിൽ നിന്നായിരിക്കണം. ഫർളായ കാര്യങ്ങൾ നമുക്കറിയാം. ഇസ്ലാമിക ശരീഅത്തിൽ ഒരു അടിസ്ഥാന തത്വമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക ശരീരത്തിലെ വാജിബാത്ത്, ഫർളുകളാണ് മുഹറമാത്തുകളെക്കാൾ ഉന്നതമായത്. അത് ഇസ്ലാമിക ശരീഅത്തിലെ അടിസ്ഥാനമായ സിദ്ധാന്തം. ഒരു ഹറാമായ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ഉന്നതമായതാണെന്ത്? നിർബന്ധമായ ഒരു കാര്യം ചെയ്യൽ എന്നർത്ഥം. ഒന്നാമതായി നാം ആരംഭിക്കേണ്ടത് ഫർളിൽ നിന്നായിരിക്കണം. എന്താണ് ഫർളിൽ നാം നടത്തേണ്ട മുഹാസബത്ത് എന്ന് നാം ചിന്തിക്കണം. ആ ഫർള് കൃത്യമായി നാം ചെയ്തോ, ചെയ്യേണ്ട മാതിരി തന്നെയാണോ ചെയ്തത്? ആ രൂപത്തിലുള്ള അള്ളാഹു പറഞ്ഞത്, റസൂലുള്ള പറഞ്ഞതുപോലെയുള്ള ഒരു പ്രതിഫലം എനിക്ക് ആ ഫർള് നിർവഹിച്ചെടുത്ത് കിട്ടുമോ ഇല്ലയോ? ഇങ്ങനെ തുടങ്ങിയ ഒരു വിചാരണ നാം നടത്തേണ്ടതുണ്ട്. ഫർളിൽ നിന്ന് തുടങ്ങുന്ന വിചാരണ. രണ്ടാമത്തേത് അൽ മുഹറമാത്തു വൽ മനാഹി, ഹറാമുകളെ കുറിച്ചുള്ള വിചാരണ വേണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു, വാജിബാത്തുകളാണ്, നിർബന്ധമായ പ്രവർത്തികളാണ് ശരീഅത്തിൽ മുഹറമാത്തുകൾ അഥവാ ഹറാമായതിനേക്കാൾ ഏറ്റവും ഉന്നതമായ മർത്തബയിലുള്ളത് എന്ന്. അത് ഇസ്ലാം നിർദ്ദേശിച്ച രൂപമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിന് പണ്ഡിതന്മാർ കാരണം പറഞ്ഞിട്ടുണ്ട്. അൽ വാജിബാത്ത് ഒരു അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, അടിസ്ഥാനപരമായ ലക്ഷ്യം ഒരാൾ വാജിബായ നിർബന്ധമായ കർമ്മങ്ങൾ നിർവഹിക്കുക എന്നതാണ്. മുഹറമാത്തുകളാണെങ്കിലോ അതിനെക്കുറിച്ച് പറഞ്ഞത് അൽ മുഹറമാത്തു മംനൂഅത്തുൻ, അത് മംനൂഅത്താണ്, തടയപ്പെട്ടതാണ്, ചെയ്യാൻ പാടില്ല എന്ന് തടഞ്ഞതാണ്. മറ്റത് ചെയ്യണം എന്ന് പറഞ്ഞതാണ്. അപ്പൊ ആ ചെയ്യണം എന്ന് പറഞ്ഞ ഫർളുകളിൽ നിന്നാകണം ആദ്യം നാം തുടങ്ങേണ്ടത്. ഉദാഹരണം, നമസ്കാരം നിർവഹിച്ചോ ഇല്ലയോ, അത് ചെയ്യേണ്ട മാതിരി തന്നെയാണോ ചെയ്തത് എന്ന് തുടങ്ങുന്ന, അതുപോലെ തന്നെ നോമ്പ്, ഇങ്ങനെയുള്ള സംഗതികൾ. രണ്ടാമത്തേത് മുഹറമാത്തുകൾ, ഞാൻ പറഞ്ഞു ഹറാമാണ്, ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഉദാഹരണമാണ്, അത് ശരിക്കും നമ്മൾ ചിന്തിക്കണം. ഉദാഹരണമായി നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ ജോലി ചെയ്യുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്, ഒക്കെ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ ജോലി ചെയ്ത് നമുക്ക് കിട്ടിയ പണം ന്യായമാണോ, നമ്മൾ ബിസിനസ് ചെയ്തുണ്ടാക്കിയത് ഹലാലാണോ,
നമ്മളപ്പം ആ ഒരു ഹറാമും ഹലാലും അപ്പം വേർതിരിച്ചിട്ട് ഉടനെ അതിൽ നിന്ന് നമുക്ക് പിന്തിരിയാൻ സാധിക്കുക എന്നതാണ് ആ മുഹാസബത്തിൻ്റെ പ്രത്യേകത. അഥവാ ആ മുഹാസബത്ത് കൊണ്ട് നമുക്ക് ഉണ്ടായി തീരേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, ഹറാമായതിൽ നിന്ന് ഉടനടി അത് എപ്പോഴാണോ ആ മുഹാസബത്ത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, ചിന്ത വരുന്നത്, ഉടനടി അതിൽ നിന്ന് അകലാൻ സാധിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അകന്ന് നിൽക്കുക മാത്രമല്ല, നന്മ വർദ്ധിപ്പിക്കണം. ഹറാമ് ചെയ്ത ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അതിനെ കൗണ്ടർ ചെയ്യാവുന്ന നന്മ ചെയ്യണം. അത് എത്ര ചെയ്യാൻ സാധിക്കും അത്ര ചെയ്യണം. അല്ലേ, ഇപ്പം ഫർള് നിസ്കാരമൊക്കെ ഒഴിവാക്കിയ ആളുകളുണ്ടാവും. ഒഴിവാക്കിയ ആളുകൾ എന്താ ചെയ്യേണ്ടത്? സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളമായി നിസ്കരിക്കണം, ധാരാളമായി നമസ്കരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത ഒരാൾ വന്നു, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ഞാൻ നന്നായി അവരെ ഉപദ്രവിച്ചിരുന്നു, ഇപ്പം അവർ മരിച്ചുപോയി, ഞാൻ എന്ത് ചെയ്യണം? സാധാരണ എല്ലാവർക്കും ഉണ്ടാകാറുള്ളൊരു പ്രശ്നമാണ്. കാരണം ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് പഠിച്ചത് ഇങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യേണ്ടിയിരുന്നത്. എന്താ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നീ നന്മ വർദ്ധിപ്പിക്കണം, സുന്നത്തായ കാര്യങ്ങൾ വർദ്ധിപ്പിക്കണം, ധാരാളമായി നന്മ ചെയ്യണം. ഒരുപാട് ഉപദേശങ്ങൾ ആ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതാണ് മുഹറമാത്തുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, റസൂൽ ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അഖിമി സ്വലാത്ത തറഫൈൻ നഹാർ വസുലഫൻ മിനൽ ലൈൽ. എന്നിട്ട് പറഞ്ഞു, നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയാണ്, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന അസ്സയ്യാത്ത്. നന്മ തിന്മയെ എന്താക്കും? ഇല്ലാതാക്കി കളയും. ഇത് നമ്മൾ ശരിക്ക് ശ്രദ്ധിക്കണം. അതാണ് രണ്ടാമത്തെ വിചാരണ. അപ്പം ഹറാമിനെ കുറിച്ചായിരിക്കണം. മൂന്നാമത്തെ വിചാരണ യുഹാസബു നഫ്സഹു അലൽ ഗഫ്ലത്തി അമ്മ ഖുലിഖ ലഹു. ഗഫ്ലത്തിനെ കുറിച്ചുള്ള വിചാരണയാണ് മൂന്നാമത് വേണ്ടത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഒഴിവ് സമയം രാത്രി അല്ലേ, ചിലപ്പോൾ അങ്ങോട്ട് മുഴുകിപ്പോവും, ടി വി കണ്ട് അങ്ങനെ അങ്ങോട്ട് പോകും അല്ലേ, അല്ലെങ്കിൽ ക്യാരംസ് തട്ടി, അല്ലെങ്കിൽ കാർഡ് കളിച്ച്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും കളി നടത്തി, ഈ തരം വിനോദങ്ങളിൽ നമ്മളങ്ങോട്ട് കുടുങ്ങി അങ്ങോട്ട് പോകും. പക്ഷേ ഹറാമൊന്നുമല്ല, ഹറാമല്ലാത്താണ്. അങ്ങനെ ചിലപ്പോൾ ഹറാമല്ലാത്ത കളികളിൽ അല്ലേ, ഇതിന് അടിസ്ഥാനപരമായി നിഷിദ്ധമല്ലാത്ത കളികൾ ഒരുപാടുണ്ട്. പക്ഷേ ആ കളികളും അതിരി വിട്ടാൽ, പരിധി വിട്ടാൽ എന്താണ്? ഹറാമല്ലെങ്കിലും മുസ്ലിമായ മനുഷ്യൻ എന്താണ്? ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം എന്താ? അവിടുന്നാണ് ഗഫ്ലത്ത് വരിക, അശ്രദ്ധ വരിക. അപ്പം മൂന്നാമത്തെ വിചാരണ നാം നടത്തേണ്ടത് 1 ഫർളിനെ കുറിച്ച്, 2 ഹറാമിനെ കുറിച്ച്, 3 ഗഫ്ലത്തിനെ കുറിച്ചായിരിക്കണം. ഞാൻ എങ്ങനെയെങ്കിലും ഇപ്പം ചിലപ്പോൾ നമുക്ക് ഈ ഇഷാ നമസ്കാരം ഉദാഹരണം, ജമാഅത്തായിട്ട് നമസ്കരിക്കാൻ തടസ്സമാകുന്ന ഒരു കളി നമ്മുടെയൊക്കെ കുട്ടികളുടെ ജീവിതത്തിലുണ്ട്. പ്രത്യേകിച്ച് ഇവിടെയൊക്കെ പകൽ കളിക്കാൻ പറ്റില്ല, ചൂടാണ്. ശരി, രാത്രി നല്ല സുഖമാണ് കളിക്കാൻ. അപ്പോഴോ കളി രാത്രിയാക്കിക്കൊണ്ട് എന്തുണ്ടായി? ഇശാ നമസ്കാരം നഷ്ടപ്പെട്ടു. ഗഫ്ലത്താണ്. അത് നമ്മൾ ചിന്തിക്കണം. ഒന്ന് നഷ്ടപ്പെട്ടു പോയാൽ നമുക്കെന്ത് വേണം? ആ ഒരു ചിന്ത വേണം. അത് വളരെ ശക്തമായ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്തയാണ്. ഇതിൽ മാത്രമല്ല, ഈ മൂന്നാമത്തെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പലപ്പോഴും നമുക്ക് പറ്റുന്ന വേറെ ചില സംഗതികളുണ്ട്. ഇപ്പം സാധാരണ രാവിലെയും വൈകുന്നേരമൊക്കെ ദിക്ർ ചെല്ലുന്ന ഒരാൾ, ഉദാഹരണം ഞാൻ പറയാം, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം അശ്രദ്ധ കൊണ്ട് മൂപ്പർക്ക് ആ ദിക്ർ ചെല്ലാൻ പറ്റില്ല. അതൊരു മുഹാസബത്ത് നടത്തേണ്ട വിഷയം തന്നെയാണ്. വളരെ ഗൗരവമുള്ള മുഹാസബത്ത്. സാധാരണ ദുഹാസ്കരിക്കണ ഒരാൾ അല്ലേ, സ്ഥിരമായി കുറേ ദിവസം ദുഹാണ്ട് നഷ്ടപ്പെടുക, അവിടെ മുഹാസബത്ത് നടത്തണം. കാരണം അത് ഗഫ്ലത്തിൽ നിന്നാണ്. അത് എങ്കിൽ എന്താണ് ആ ഗഫ്ലത്തിൻ്റെ കാരണം? എൻ്റെ വീട്ടിൽ പുതിയതായി സ്ഥാപിച്ച ടി വി ആണോ, അല്ലെങ്കിൽ പുതുതായി കൊണ്ടുവന്ന എന്തെങ്കിലും ഉപകരണമാണോ, അല്ലെങ്കിൽ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏതെങ്കിലും സുഖമാണോ, സൗകര്യമാണോ, വണ്ടിയാണോ, റൂമാണോ, ഫ്ലാറ്റാണോ, AC ആണോ? ചിന്തിക്കണം. ഇതൊക്കെ എന്താവും? ഗഫ്ലത്തിന് കാരണമാകും. ചിന്തിക്കണം, എന്നിട്ട് മുഹാസബത്ത് നടത്തണം, അതിൽ നിന്ന് നമുക്ക് മാറാൻ സാധിക്കണം. സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ എങ്ങനെ മുഹാസബത്ത് നടത്തണമെന്ന് നമുക്ക് ഹസൻ അൽ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു തന്നല്ലോ. ഒരു ലുബ്ധനായ, ഒരു പിശുക്കനായ, വഞ്ചകനായ കൂറ് കച്ചവടക്കാരൻ്റെ കൂടെ കച്ചവടം ചെയ്താൽ ഏതുപോലെ നാം കൃത്യമായി, വളരെ കണിശമായി മുഹാസബത്ത് നടത്തുമോ, കുറ്റവിചാരണ നടത്തുമോ, കണക്ക് നോക്കുമോ, അതുപോലെ കണക്ക് നോക്കണം. അവനാണ് എന്ത്? മുസ്ലിം. ആ ഒരു കണക്ക് നോക്കലാണ് നമുക്ക് ആവശ്യം. ആ ഒരു രൂപമാണ് ജീവിതത്തിൽ നാം ഉണ്ടാക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും ജീവിതത്തിൽ അത് കാണാം. ഇങ്ങനെ മുഹാസബത്ത് നടത്തി ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഹാസബത്ത് നടത്തി എന്ത് ചെയ്യണം? ശിക്ഷിക്കണം അല്ലേ? വിചാരണ നടത്തിയാൽ പിന്നെ എന്താ വേണ്ടത്? ശിക്ഷ വേണം. ശരി, എങ്ങനെ ശിക്ഷിക്കും? എൻ്റെ മനസ്സിനെ ഞാൻ വിചാരണ നടത്തി, ഇനി എങ്ങനെ ശിക്ഷിക്കും? ശരി കേട്ടോ, ശിക്ഷിക്കേണ്ട രൂപം എങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പഠിപ്പിച്ചിരുന്നു കേട്ടോ. ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ഒരു ദിവസം അസ്ർ നമസ്കാരം നഷ്ടപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ശിക്ഷിച്ചു. എങ്ങനെ ശിക്ഷിച്ചത്? തസദ്ദഖ ബി അർളിൻ ഖീമതുഹാ 200,000 ദിർഹം. 2 ലക്ഷം ദിർഹം.
ദിർഹം എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇമാറാത്തി ദിർഹം അല്ല കേട്ടോ, സ്വർണ്ണ നാണയമാണെന്ത്. 2 ലക്ഷം ദിർഹം മൂല്യം വരുന്ന ഒരു വലിയ ഭൂമി എസ്റ്റേറ്റ് അദ്ദേഹം എന്ത് ചെയ്തു? സദഖ നൽകി. എന്തിനുള്ള ശിക്ഷ? ഒരു ദിവസം അസർ നമസ്കാരം നഷ്ടപ്പെട്ടതിനുള്ള ശിക്ഷ. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് എന്നെങ്കിലും ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ, ഗൗരവങ്ങൾ മനസ്സിലാക്കണം. ജമാഅത്ത് നിസ്കാരത്തെക്കുറിച്ചൊക്കെ നമ്മളെ മനസ്സിലുള്ള എന്താ? എന്നെങ്കിലും അദ്ദേഹത്തിന് ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ അദ്ദേഹം ശിക്ഷിക്കും. എങ്ങനെ? അഹ്യാ തിൽക്കൽ ലൈലത കുല്ല, ആ രാത്രി മുഴുവൻ അദ്ദേഹം ഹയാത്താക്കും. നിന്നങ്ങോട്ട് എന്താക്കും? നിസ്കരിക്കും, ദിക്ർ ചൊല്ലും, ദുആ ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കാണാം, അദ്ദേഹത്തിൻ്റെ ഒരു ദിവസം മഗ്രിബ് നിസ്കാരം വൈകിപ്പോയി. ഇശാ ഓളൊന്നും വൈകിയില്ല, നമ്മളെ മാതിരി വൈകിയിട്ടില്ല, കുറച്ച് വൈകിപ്പോയി. അതിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി. കുറച്ച് വൈകിയപ്പോൾ അദ്ദേഹം അന്ന് ചെയ്തെന്താ അറിയോ? 2 അടിമകളെ മോചിപ്പിച്ചു. ഒരു ശിക്ഷയായി തന്നെ 2 അടിമകളെ മോചിപ്പിച്ചു. മോചിപ്പിക്കുക എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കി. നിസ്കാരത്തിൻ്റെ സമയം വക്ത് പോയിട്ടില്ല, കളായിട്ടില്ല, നമ്മളെ ഭാഷയെ പറഞ്ഞ കളായിട്ടില്ല, എന്നിട്ട് പോലും അദ്ദേഹം അങ്ങനെ ചെയ്തു. ഇങ്ങനെ ഒരുപാട് സംഗതികൾ കാണാം. എത്ര എന്ന് ചോദിച്ചാൽ ഫജറിൻ്റെ സുന്നത്ത് 2 റക്അത്ത് സുന്നത്തുണ്ടല്ലോ, നമുക്കൊക്കെ പലപ്പോഴും നഷ്ടപ്പെടാറില്ല. നമ്മളാരെങ്കിലും ഒരു മുഹാസബത്ത് നടത്തി നോക്കിയിട്ടോ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു അല്ലേ? അല്ലെങ്കിൽ ലോഹറിന് മുമ്പുള്ള 4 റക്അത്ത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു? ബാങ്ക് കൊടുത്തിട്ടുണ്ടാവും, പക്ഷേ അലസത ആയിട്ടില്ല, കുറച്ചുകൂടി കഴിയട്ടെ, ആയോ? ഇതൊരു ഗഫ്ലത്താണ്. ഈ ഗഫ്ലത്തിൽ നിന്നൊരു മുഹാസബത്ത് നടത്തി നമ്മൾ ശിക്ഷിക്കണം നമ്മുടെ മനസ്സിന്. എങ്ങനെ ശിക്ഷിക്കേണ്ടത്? കുറച്ച് ഇബാദത്ത് വർദ്ധിപ്പിക്കുക, ദിക്ർ വർദ്ധിപ്പിക്കുക. ഇപ്പം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെയ്തതുപോലെയുള്ള എന്തെങ്കിലും ചെയ്യുക. ഇതൊക്കെ എന്താ വെച്ചാൽ ഒരു നിർബന്ധം എന്നുള്ളവർക്ക് പറയല്ല, ഒരു പരിപൂർണമായ ജീവിതത്തിന് ആവശ്യമാണ് എന്ന നിലക്കാണ്. സലഫ് സാലിഹ്യങ്ങളുടെ ജീവിതത്തിലേക്ക് പോയാൽ നമുക്ക് വല്ലാത്ത ഒരു എന്താ പറയുക അനുഭവം തോന്നിപ്പോകും. മസ്റൂഖ് റഹ്മത്തുള്ളാഹി അലൈഹിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്ന ഒരു സംഭവമുണ്ട്. മസ്റൂഖ് അദ്ദേഹത്തിൻ്റെ നമസ്കാരം ദീർഘമായി നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലുകൾ ഇങ്ങനെ നീര് വന്ന് വണ്ണം വെച്ചിരുന്നു എന്നാണ്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയാ, വല്ലാഹി കുൻതു ല അജ്ലിസു ഖൽഫഹു ഫഅബ്കി റഹ്മതൻ ലഹു, ഞാൻ അദ്ദേഹം നിസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബാക്കിൽ വന്നിരുന്ന് കരയും. എന്താ? ഭർത്താവിനോടുള്ള സ്നേഹം കൊണ്ട്. എന്താണ് പഠിച്ചവൻ എൻ്റെ ഭർത്താവ് ഇങ്ങനെ എന്നുള്ള സ്നേഹം കൊണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു മുഹാസബത്തിൽ നിന്ന് വന്ന അവസ്ഥയാണ് അത്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, ലൗലാ സലാസുൻ മാ അഹ്ബബ്തുൽ യൗമ ഐശൻ വാഹിദൻ. 3 കാര്യങ്ങളില്ലെങ്കിൽ ഒരു ദിവസം കൂടിയും ജീവിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടാവില്ല. 3 കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. എന്താ? അള്ളാഹുവിന് വേണ്ടി നട്ടുച്ച നേരത്ത് ദാഹിക്കാൻ കഴിയുക, നോമ്പ് നോറ്റിട്ട്. 2 പാതിരാത്രിയിൽ ആരും അറിയാത്ത സമയത്ത് അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാൻ സാധിക്കുക. 4 നല്ല മനുഷ്യന്മാരുടെ കൂടെ ഇരുന്ന് നല്ല വർത്തമാനം പറയാൻ സാധിക്കുക. ഈ 3 കാര്യങ്ങളില്ലായിരുന്നുവെങ്കിൽ ഒരു ദിവസം പോലും ജീവിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടാകുമായിരുന്നില്ല എന്ന് റബീഅ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് രേഖപ്പെടുത്തപ്പെട്ട സ്ഥലത്ത് കാണാം. അദ്ദേഹം രാത്രി ഒരുപാട് സമയം ഉറക്കമൊഴിച്ച് ഇബാദത്തിലായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് കരഞ്ഞ് ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു റബീഅ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ ഉമ്മ അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, യാ ബുനയ്യ ലഅല്ലക ഖതൽത ഖതീലൻ, എൻ്റെ മോനെ നീ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? അത്ര വല്ല ദോഷവും നീ ഒരാളെ കൊല്ലണ മാതിരിയുള്ള ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇരുന്ന്. നിങ്ങൾ ആലോചിക്കുക സഹോദരങ്ങളെ, നമ്മൾ എന്തിനൊക്കെ ഉറക്കൊയ്ക്കലുണ്ട്? അള്ളാഹുവിനെ പേടിച്ച് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി ഒരു ദിവസമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടി വന്നിരുന്നിട്ട് പോലും, ഞാൻ ആക്ഷേപിക്കല്ല, നമുക്കൊരു ഉണർവോട് കൂടി ഇരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണല്ലോ നമ്മുടേത്. നമ്മൾ എവിടേക്കാണ് പോകുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഭയങ്കര ഗൗരവമുള്ള വിഷയമല്ലേ? ഉമ്മ വന്ന് ചോദിക്കുകയാണ് റബീഅൻ്റെ പിന്നാലെ നിന്നിട്ട്, മോനെ എന്താ ആരെയും കൊന്നിട്ടുണ്ടോ നീ എന്ന്. അപ്പോൾ മോൻ പറയാം, നഅം യാ ഉമ്മ കൊന്നിട്ടുണ്ട്. ഉമ്മ ചോദിച്ചു, മൻ ഹുവ ഹത്താ നത്ലുബ അഹ്ലഹു ഫയഅഫു അൻക, ആരെ മോനെ നീ കൊന്നത്? ഞാൻ അവരുടെ കുടുംബത്തിൻ്റെ അടുത്ത് പോയി നിനക്ക് മാപ്പ് ചെയ്യാൻ വേണ്ടി പറയാം ആരെയാണ് കൊന്നത് എന്ന്. അപ്പോൾ ഉമ്മനോട് മോൻ പറയാണ്, യാ ഉമ്മ ഹിയ നഫ്സി, ഞാൻ കൊന്നത് ഉമ്മ എൻ്റെ മനസ്സിനെയാണ്. നിങ്ങൾ ആലോചിച്ചു സഹോദരങ്ങളെ, ഒരു മുഹാസബത്ത് നാം നടത്തുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട രൂപം അതായിരിക്കണം. ഒരുപാട് സംഗതികൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമ്മുടെ സ്ത്രീകൾ വായിച്ചു പഠിക്കേണ്ട ഒരു
എന്തോരു രസമാണെന്നറിയോ. മുഹാസബത്തിൻ്റെ എത്രയോ ഉദാഹരണങ്ങൾ അവരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഹദീസ് ഗ്രന്ഥങ്ങളിൽ സഹാബത്ത് ഉദ്ധരിക്കുകയാണ് അവരുമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൻ്റെ അവസ്ഥ. അവരുടെ നമസ്കാരങ്ങളെക്കുറിച്ചും അവരുടെ ഖുർആൻ പാരായണത്തെക്കുറിച്ചും അവരുടെ സുന്നത്ത് നമസ്കാരങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞത് കേട്ടാൽ സമയം വളരെ വൈകി ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഹോദരികളുടെയൊക്കെ ധാരണ എന്താണെന്ന് ചോദിച്ചാൽ അതൊക്കെ പുരുഷന്മാരുടെ എന്നുള്ള നിലക്ക് വിടുകയാണ്. അല്ല സഹോദരിമാരെ, യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, ഈ മുഹാസബത്ത് നടത്തേണ്ട വിഷയം എനിക്ക് തോന്നുന്നത് പുരുഷന്മാരെക്കാൾ എല്ലാവരും നടത്തണം. ഗൗരവത്തോടു കൂടി സഹോദരിമാർ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. സന്ദർഭം കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും വിശദീകരിക്കാം. ആയിഷ റളിയല്ലാഹു അൻഹയുടെ നിറഞ്ഞു നിൽക്കുന്ന ജീവിതമുണ്ട്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമത്തായ പെണ്ണിൻ്റെ മുഹാസബത്ത് എങ്ങനെയായിരിക്കണം എന്നത്. ചുരുക്കത്തിൽ സഹോദരങ്ങളെ ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ മുഹാസബത്ത് നാം നടത്തിയേ തീരൂ. എന്തിന് എന്നൊരു പക്ഷേ നിങ്ങൾ ചോദിക്കും. ഉത്തരം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ടാകും. എന്നാലും ഞാൻ പറഞ്ഞു തരികയാണ്, നമ്മുടെ മനസ്സിൻ്റെ ന്യൂനതകൾ മനസ്സിലാക്കാൻ. അല്ലേ, എന്തിനാ കണക്ക് വെക്കണം? ഒരു കച്ചവടം ഉണ്ട് നിൽക്കുക, എന്തിനാ ആഴ്ചയിലോ മാസത്തിലോ കൊല്ലത്തിലോ ഒക്കെ കണക്ക് വെക്കണത്? നഷ്ടമാണോ ലാഭമാണോ എന്നറിയാൻ. അത് തന്നെ ഇവിടെയും മനസ്സിനെ നിങ്ങൾ കണക്ക് നോക്കുക. എന്തിന്? നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് നഷ്ടമുണ്ടാക്കിയോ ലാഭമുണ്ടാക്കിയോ എന്നറിയാൻ. അങ്ങനെ നമുക്ക് അള്ളാഹുവിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കണം. അവിടെയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ മനസ്സിനെ കണക്ക് നോക്കിയിട്ട് സഹാബത്ത് ചെയ്ത ചില പ്രാർത്ഥനകളുണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ. എന്തോ ഒരു രസമാണ്. ഹറഫയിലൊക്കെ വെച്ച് മുഹമ്മദ് ബിൻ വാസിയ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം അദ്ദേഹം പറയുന്നുണ്ട്. സ്വയം വിചാരണ നടത്തിയതിൻ്റെ ഒരു റിസൾട്ട് കേട്ടോ. ലൗ കാന ലിദ്ദുനൂബി റീഹുൻ മാ ഖദറ അഹദുൻ അൻ യജ്ലിസ ഇലൈ. അദ്ദേഹം പറയാണ്, തെറ്റുകൾക്ക് ഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, അതിന് ഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ അടുത്ത് ആരും ഇരിക്കുമായിരുന്നില്ല. സ്വയം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനെ ഒരു വാചകം നമ്മോട് പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? മുഹമ്മദ് വാസിർ റളിയല്ലാഹു അൻഹു പറയാണ്, തെറ്റുകൾക്കെങ്ങാനും ഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ, ഒരു ദുർഗന്ധം ഉണ്ടെന്ന് നോക്കി, എന്നാൽ എന്ന് വെച്ചാൽ അത്രമാത്രം തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ടല്ലോ എന്ന ഒരു ചിന്ത. അതാണ് യൂനുസ് ബിൻ ഉബൈദ് റഹ്മത്തുള്ളാഹി അലൈഹി, മഹാനായ താബിഈയാണ്. അദ്ദേഹം പറയുന്നു, ഇന്നി ലഅജീദു മിഅത ഖസ്ലത്തിൻ മിൻ ഖിസാലിൽ ഖൈർ. 100 നന്മകൾ ഞാൻ അങ്ങനെ എണ്ണി, 100 നന്മയുള്ള കാര്യങ്ങൾ എണ്ണി. പക്ഷേ മാ അലമു അന്ന ഫീ നഫ്സി മിൻഹാ വാഹിദ. അതിലോ ഞാൻ കണ്ടിട്ട് എൻ്റെ മനസ്സിനോട് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നുപോലും എന്തില്ല, എൻ്റെ മനസ്സിലില്ല. അപ്പോൾ സ്വയം വിചാരണ നടത്തി നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടുകൾ ഇതൊക്കെയാണ്. 100 നന്മകൾ ഇങ്ങനെ എണ്ണി നോക്കിയിട്ട് എൻ്റെ മനസ്സിലേക്ക് ഞാൻ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലതിൽ ഒന്നുപോലും ഇല്ല. എന്ന് വെച്ചാൽ എന്താ, ഞാൻ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാവർക്കും തോന്നുമെന്ത്, അങ്ങ് തോന്നരുത്. എല്ലാവർക്കും തോന്നും ഞാൻ തരക്കെടില്ല, അല്ല ഞാൻ മോശമാണ് എന്ന് തന്നെ തോന്നട്ടെ. അപ്പോഴേ നമുക്ക് ഇവിടെ നല്ലതിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കറിയാം, ഇമാം സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹിയെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മഹാനായ പണ്ഡിതൻ, അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനായ പണ്ഡിതൻ ഹമ്മാദ് ബിൻ സലമ. അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് സുഫിയാൻ സൗരിൻ്റെ അടുത്ത് വന്നു. വലിയ പണ്ഡിതനാണ്. അദ്ദേഹം എഴുതിയ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ, മഹാനായ പണ്ഡിതൻ. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, യാ അബാ അബ്ദല്ലാ അലൈസ ഖദ് അമിൻത മിമ്മാ കുൻത തഖാഫുഹു. അബു മരിക്കാൻ പോവുകയാണ് ആ സമയത്ത്. അല്ല അബു അബ്ദുള്ള, പിന്നെ നിങ്ങൾക്ക് മരണസമയത്തുണ്ടാകുമെന്ന് നിങ്ങൾ വിചാരിച്ചിരുന്ന ഭയത്തിൽ നിന്നൊക്കെ നിങ്ങളിപ്പോൾ മോചിതമായല്ലോ. വതഖ്ദുമു അലാ മൻ തർജുഹു വറഹമുർ റഹീമീൻ. ഇപ്പം നിങ്ങൾക്ക് നല്ല ധൈര്യം കിട്ടുന്നില്ലേ അള്ളാൻ്റെ അടുത്തേക്ക് പോകാൻ? അല്ലാഹ് റഹമുർ റഹീമീനാണല്ലോ, നിങ്ങൾക്ക് പ്രയാസം പേടിയൊന്നുമില്ലല്ലോ എന്ന്. അപ്പം അദ്ദേഹം പറയാണ്, സുഫിയാൻ സൗരി പറയാണ്, യാ അബാ സലമ അതത്മഉ ലിമിസ്ലി അൻ യൻജു മിനന്നാർ. സുഫിയാൻ സൗരി ഞാൻ പറഞ്ഞു, മഹാപണ്ഡിതനാ. അദ്ദേഹം അബൂ സലമയോട് ചോദിക്കുക, അബൂ സലമ, എൻ്റെ മാതിരിയുള്ള ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് എനിക്ക് കരുതുന്നുണ്ടോ? എൻ്റെ മാതിരിയുള്ള ആളുകൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെന്ന് നീ കരുതുന്നുണ്ടോ? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുമെങ്കിലാണല്ലോ പിന്നെ എന്ത് ഇപ്പോൾ സമാധാനത്തോട് മരിക്കാൻ സാധിക്കുക. അപ്പോൾ അബൂ സലമ അദ്ദേഹത്തോട് പറഞ്ഞു, ഐ വല്ലാഹ് ഇന്നി ലഅർജു ലക ദാലിക്. അള്ളാഹുവാണേ, അതേ തീർച്ചയായിട്ടും രക്ഷപ്പെടും, അള്ളാഹു നിന്നെ രക്ഷപ്പെടുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് എന്ന്. അപ്പോൾ ഒരുപാട് സംഭവങ്ങൾ, ഇങ്ങനത്തെ സംഗതികളുണ്ട്. അപ്പോൾ നമ്മളെ മനസ്സ് അവിടെ ആയിരിക്കണം. ചെയ്തിട്ടില്ല, പോരാ, ഈമാനില്ല, കുറവാണ് എന്ന കൂടുതലാണ് എന്നല്ല, കുറവാണ് എന്ന ചിന്ത ധാരാളമായി നമ്മൾ പ്രാർത്ഥിക്കണം. പഠിച്ചവനോട് ഈമാൻ വർദ്ധിപ്പിച്ചു തരാൻ.
അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഉണ്ടാകണം, അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാൻ വസയ്യിൻഹു ഫീ ഖുലൂബി വകർരിഹ് ഇലയ്യൽ കുഫ്ര വൽ ഫുസൂഖ വൽ ഉസ്യാൻ വജഅൽനി മിനർ റാഷിദീൻ. അല്ലാഹുമ്മ ഹബ്ബിബ് ഇലയ്യൽ ഈമാൻ, അല്ലാഹുവേ ഈമാൻ എനിക്ക് നീ ഹബീബാക്കി തരണമേ, ഇഷ്ടമാക്കി തരണം. ഒരിക്കലും നിങ്ങൾ ആലോചിച്ച് നോക്കി, ചില നിസ്കാരം ആർക്കും തോന്നരുതിട്ട് ഇത് പറയുമ്പം ഇതൊരു ക്ലാസ്സും പ്രസംഗമായിട്ട് നിങ്ങൾ കരുതരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരാവുന്ന സംഗതികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പം ഇഖാമത്ത് കൊടുക്കാൻ വേണ്ടി ബിലാലിനോട് പറയൽ അരിഹ്ന ബിഹായ ബിലാൽ എന്നായിരുന്നു. ഇഖാമത്ത് കൊടുക്കുക നല്ല പറയൽ, അരിഹ്ന ബിഹായ ബിലാൽ, ബിലാലെ ഞങ്ങൾക്ക് അതുകൊണ്ട് നീ റാഹത്തുണ്ടാക്കുന്ന. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ എന്താ? റാഹത്താണ്. അതുകൊണ്ട് തന്നെ നബിൻ്റെയും സഹാബത്തിൻ്റെയും നിസ്കാരത്തിന് ഭയങ്കര നീളമായിരുന്നു. കാരണം എന്താ? റാഹത്തുള്ളടത്ത് നമ്മൾ കുറേ സമയം നിൽക്കുമല്ലോ അല്ലേ? ഒരു വെയിലത്ത് ഇങ്ങനെ നടന്നു പോകുമ്പോൾ നല്ല എ സി ഉള്ള ഒരു സ്ഥലം കുറച്ച് സമയം കിട്ടി അവിടെ കുറച്ച് നേരം നിൽക്കും. എന്താ? അവിടെ റാഹത്തുണ്ട്. നമ്മളെന്താ നമ്മളെ അവസ്ഥ എന്താ? ഇപ്പം തിരിച്ചു പറയേണ്ട അവസ്ഥ, അരിഹ്ന മിൻഹു യാ ബിലാൽ എന്നാ നമ്മളുണ്ടെങ്കിൽ പറയാം, ബിലാലെ അതിൽ നിന്ന് ഞങ്ങൾക്ക് റാഹത്തുണ്ട്. കാരണം നമ്മൾ നിസ്കാരത്തിൻ്റെ സ്പീഡ് കണ്ടില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, സുജൂദിൽ ഇപ്പം തുമഇനീനത്ത് എന്ന് പറഞ്ഞ ഒരു ഷർത്ത് ഫിഖിലൊക്കെ നമ്മൾ എണ്ണി പഠിച്ചിട്ടുണ്ട്. പക്ഷേ എന്താ നമ്മളൊരു മുഹാസബത്ത് നടത്തണം നമ്മൾ നിസ്കാരത്തെക്കുറിച്ച്. അരിഹ്ന ബിഹിം അരിഹ്ന മിൻഹും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതിലേക്ക് വന്നാൽ നമുക്ക് അതിൽ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞ് കിട്ടിയിട്ടില്ല എന്നുള്ളത് അല്ല, കഴിഞ്ഞ് കിട്ടിയിട്ടെന്നല്ല, പഠിച്ചോനെ കഴിഞ്ഞല്ലോ എന്നാവും. ഒരു ജുമാ നിസ്കാരത്തിന് അങ്ങോട്ട് ചെന്ന് നിന്നാൽ നമുക്ക് കഴിഞ്ഞല്ലോ പഠിച്ചോനെ, ജുമാ ലോഹർ നിസ്കരിക്കാൻ കഴിഞ്ഞല്ലോ എന്നൊരു കാരണം എന്താ? നല്ല സുഖമായിരുന്നു, റാഹത്തായിരുന്നു, സംതൃപ്തിയായിരുന്നു. ആ സംതൃപ്തിയിൽ നിന്ന് പോയല്ലോ എന്നുള്ള ഒരു വിചാരമായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. സഹോദരങ്ങളെ, ഏതായിരുന്നാലും നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ഈ മനസ്സുമായി ബന്ധപ്പെട്ട 8ാമത്തെ വിഷയമായ മുഹാസബത്തിനെ കാണുക. അത് കണ്ടാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് രക്ഷപ്പെടാൻ സാധിക്കും. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രാർത്ഥന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു സാധാരണ പ്രാർത്ഥിച്ചിരുന്നു. അല്ലാഹുമ്മ ഗ്ഫിർലി ളുൽമി വകുഫ്രി, അല്ലാഹുമ്മ ഗ്ഫിർലി ളുൽമി വകുഫ്രി. ളുൽമ് എല്ലാവർക്കും അറിയാം, എന്താ? അക്രമം. എന്താ ഉമർ ഇബ്നുൽ ഖത്താബ് കുഫർ പ്രാർത്ഥിക്കണത്? അല്ലാഹുമ്മ ഗ്ഫിർലി ളുൽമി വകുഫ്രി, അല്ലാഹുവേ എനിക്ക് നീ പുറത്തു തരണം, എൻ്റെ ളുൽമും കുഫറും എനിക്ക് പുറത്തു തരണം, ഞാൻ ചെയ്ത ഉപദ്രവങ്ങളും ഞാൻ ചെയ്ത കുഫറും എനിക്ക് നീ പുറത്തു തരണം. അപ്പോൾ ഇത് കേട്ട ഒരാൾ ചോദിച്ചു, യാ അമീർ അൽ മുഅ്മിനീൻ ഹാദ ളുൽമു ഫമൽ കുഫർ. അമീർ അൽ മുഅ്മിനീനെ ളുൽമ് എന്താണെന്ന് മനസ്സിലായി, ഇങ്ങൾക്ക് കുഫർ വരുമോ, എന്താ ഈ പറയണത് എന്ന് അദ്ദേഹം ഓതി, ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ. മനുഷ്യൻ അങ്ങനെയാണ്. ഞാനതാ പറഞ്ഞ മനുഷ്യൻ്റെ അടിസ്ഥാനം എന്താ? ഇന്ന നഫ്സല അമ്മാറത്തുൻ ബിസു. മനുഷ്യൻ്റെ അടിസ്ഥാനം ളുൽമും കുഫറുമാണ്. ഈ ളുൽമിൽ നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക, ഈ ളുൽമിൽ നിന്നും കുഫറിൽ നിന്നും നമ്മൾ മാറണം. എങ്ങനെ? ഇൽമു കൊണ്ടാണ്, ഇങ്ങനെ മുഹാസബത്ത് നടത്തിക്കൊണ്ടാണ്. ഈ ഒരു രൂപമായിരിക്കണം സഹോദരങ്ങളെ നമുക്കുണ്ടാകേണ്ടത്. ഇത് വളരെ ഫായിദുള്ള ഒരു സംഗതിയാണ്. അതിലെ 3 ഫായിദകൾ ഞാൻ ഒന്നാമത്തെ ഫായിദ പറഞ്ഞു, നമ്മുടെ ഐബ് മനസ്സിലാവും, നമ്മുടെ ന്യൂനത മനസ്സിലാവും. രണ്ടാമത്തേത് നമുക്ക് എപ്പോഴും താരതമ്യം ചെയ്യാൻ കഴിയും. ഒരു താരതമ്യം നമ്മൾ കണക്ക് നോക്കിയാലാണ് നമുക്ക് ഇന്നത്തെ കണക്കും നാളത്തെ കണക്കും നോക്കിയാൽ എന്താ ഇന്ന് നഷ്ടമാണോ ലാഭമാണോ കച്ചവടക്കാർക്ക് അറിയാറ്. അതേപോലെ നമ്മളിപ്പോൾ ഇമാം മാവർദി പറഞ്ഞ പോലെ ഇന്ന് പകലത്തത് നമ്മൾ രാത്രി ഒന്നും ഇങ്ങനെ മറിച്ച് നോക്കുക, പിന്നെ നാളത്തെ മറിച്ച് നോക്കുമ്പോൾ നാളെയും ഇന്നും തമ്മിലുള്ള വ്യത്യാസം ഒരു താരതമ്യം ചെയ്ത് ഞാൻ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യം, അള്ളാഹുവിനോടുള്ള ഭയം വർദ്ധിക്കും. മുഹാസബത്ത് കൊണ്ട് ഖൗഫ് വർദ്ധിക്കും, അള്ളാഹുവിനെ ഭയപ്പെടാൻ തോന്നും, അള്ളാഹുവിനെ കൊണ്ടുള്ള ഭയം വർദ്ധിപ്പിക്കും. നാലാമത്തെ വിഷയം, ഈ മുഹാസബത്ത് നടത്തിയാൽ അള്ളാഹുവിൻ്റെ റിഖാബത്ത് നമുക്ക് ബോധ്യമാവും. ആ റിഖാബത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ഒരു വനഅലമു മാ തുവസ്വിസു ബിഹി എന്ന് പറഞ്ഞല്ലോ അള്ളാഹ്. വനഅലമു മാ തുവസ്വിസു ബിഹി, നിൻ്റെ മനസ്സുകൊണ്ട് നീ മന്ത്രിക്കുന്നത് എന്താ? മനസ്സുകൊണ്ട് മന്ത്രിക്കുക കയ്യോ നാവുകൊണ്ടൊന്നുമല്ല, അതുപോലും ഞാൻ അറിയും. വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, കണ്ഠനാടിയേക്കാൾ നാം അവനോട് അടുത്തവനാണ് എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ ആ രൂപത്തിലുള്ള ഒരു റിഖാബത്ത്, അത് ശരിക്ക് നമ്മൾ മനസ്സിലാക്കണം. യഅലമു അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും ഫഹ്ദറു. അള്ളാഹിൻ്റെ പദം എന്താ അറിയോ? ഖുർആനിലുള്ള ചില വരികളും വാക്കുകളൊക്കെ ആലോചിച്ചാൽ നമുക്ക് യഅലമു, കേട്ടോ അറിഞ്ഞോ, അന്നല്ലാഹ യഅലമു മാ ഫീ അൻഫുസികും,
നിങ്ങളുടെ മനസ്സുകൾക്കകത്തുള്ളത് അള്ളാഹു തീർച്ചയായും അറിയും. ഫഹ്ദറു, അതുകൊണ്ട് നിങ്ങൾ അവനെ കരുതിക്കോളി കേട്ടോ. അപ്പം ആ ഒരു ബോധം നമുക്ക് എവിടുന്ന് കിട്ടും? മുഹാസബത്ത്. കരുതിക്കോളി കേട്ടോ, ആ ഒരു കരുതൽ നമുക്ക് കിട്ടും. അവസാനമായി നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിൻ്റെ അടുത്ത് ഹിസാബുണ്ട്, വിചാരണുണ്ട്, ആ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസം ആ ചോദ്യം ചെയ്യപ്പെടൽ എളുപ്പമാകാൻ നമുക്ക് എന്ത് പറ്റും? ഇന്നത്തെ മുഹാസബത്ത് നമുക്ക് സഹായകമാകും. ഞാൻ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല, സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്, ഇതൊരു പ്രസംഗമായോ ക്ലാസ്സായോ ഒന്നും നിങ്ങൾ കരുതരുത്. നമ്മുടെ ജീവിതത്തിൽ പാലിക്കേണ്ട, പുലർത്തേണ്ട ഒരു വിഷയമായി, ഗൗരവമുള്ള ഒരു വിഷയമായി മാറണം. ഇന്ന് രാത്രി മുതൽ നമ്മൾ ഈ ജോലി ആരംഭിക്കണം, മുഹാസബത്ത് ആരംഭിക്കണം. എന്നിട്ട് നമുക്ക് എന്തൊക്കെ എങ്ങനെയൊക്കെയാണ് നടത്തേണ്ടത് നമ്മൾ മനസ്സിലാക്കി ആ രൂപത്തിൽ ഒരു ഷെഡ്യൂൾ അനുസരിച്ച് തന്നെ ഈ മുഹാസബത്ത് കാണുകയും പോവുകയും ചെയ്യണം. അപ്പം നമ്മൾ നന്നാകും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അങ്ങനെ നന്നാവുന്ന കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തും തിരുമാറാകട്ടെ. അള്ളാഹുവേ, നിൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട്, ബർക്കത്ത് കൊണ്ട്, അനുഗ്രഹം കൊണ്ട് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് ജീവിക്കുവാനും ആ രൂപത്തിൽ നിന്നെ കണ്ടുമുട്ടുവാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥാ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും നിൻ്റെ ദീനനുസരിച്ച്, ദീനിനോട് ഹബ്ബുള്ളവരായി, ഇഷ്ടമുള്ളവരായി, നിന്നോട് ഇഷ്ടമുള്ളവരായി, നിൻ്റെ ബർക്കത്തും പൊരുത്തവും കിട്ടുന്നവരായി മാറാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. നാഥാ, ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾ അപമാനിക്കാതെ അഭിമാനത്തോടുകൂടി ദുനിയാവിലും ആഖിറത്തിലും ജീവിക്കാനുള്ള തൗഫീഖ്, അനുഗ്രഹം ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അർഹമുർ റഹീമായ നാഥാ, ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ഞങ്ങളെല്ലാവരും അഭിമുഖീകരിക്കുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. നാഥാ, ആ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ ലഘുവാക്കുകയും എളുപ്പമാക്കുകയും ഞങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾക്ക് യഥാർത്ഥമായ പ്രതിഫലം, യഥാർത്ഥമായ കൂലി നീ പരലോകത്ത് വെച്ച് ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ തമ്പുരാനെ. നാഥാ, ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള എല്ലാ സാലിഹായ മുറാദുകളും ആവശ്യങ്ങളും നീ ഞങ്ങൾക്ക് എളുപ്പമാക്കി തരികയും ആ ആഗ്രഹങ്ങളിലേക്ക് ഞങ്ങളെ എത്തിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ റസൂലിഹിൻ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.